പിടയ്ക്കുന്ന മീനോ നെയ്മീൻപാലയായിട്ടാണ്. അപ്പം പരിപാടി തുടങ്ങാം. എല്ലായ്പ്പോഴത്തെ പോലെ അല്ല, ഇത് വേറൊരു ടൈപ്പ് മീനാണ്. ഇതിന്റെ മുള്ളു മൊത്തം ഇങ്ങനെ അടിച്ച് പറിച്ചെടുക്കുന്ന ടൈപ്പ്. അപ്പൊ പരിപാടി തുടങ്ങാം. നോക്കിക്കോ. അതെ, കട്ടി മുറിച്ച് കൂട്ടുക. ഈ മുള്ളിന്റെ ഇവിടെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരും, ഇങ്ങനെ ഇത് വരും. അന്ന് കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്ര മതി. ടിഷ്യൂവോ തുണിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക, കൂട്ടി പിടിക്കുക, വലിച്ചെടുക്കുക. വേണം, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ സൈഡിൽ മൊത്തമായിട്ട് തന്നെ കട്ട് ചെയ്താൽ കളയണം. സൈഡിൽ മൊത്തമായിട്ട് തന്നെ കട്ട് ചെയ്താലേ കാര്യമുള്ളൂ. അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാവും. ഫില്ലറ്റാക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് മുമ്പ് ഇത്ര ചപ്പത്തിൻ്റെ ഈ സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. രണ്ട് സൈഡിലൊന്ന് വരഞ്ഞു കൊടുക്കുക. പിന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കത്തി മുറിച്ച് വിട്ടുക. എല്ലാത്തിനും കാണിച്ചു തരാം. കട്ട് ചെയ്തെടുക്കുക. ഇതിന്റെ ഈ വെള്ളം ഇതുണ്ടോ, ഇത് ഇവിടെ ചുമ്പ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണിച്ചിടാം. ചുമ്പ വെച്ചു വിട്ട് കഴിഞ്ഞാൽ അങ്ങ് താഴെ വാലിന്റെ അവിടെ വരെ പോകുന്നുണ്ട്. സിമ്പിൾ. ആ നേരത്തെ എടുത്ത ടിഷ്യൂ എടുക്കുക, ഇതിൻ്റെ ആ തുണി എടുക്കുക, വലിച്ചങ്ങ് എടുക്കുക. ഇതേപോലെ തന്നെ അപ്പുറത്ത് റെഡി ചെയ്യുക കേട്ടോ. തലയുടെ അവിടെ കട്ടി വയ്ക്കുക. മൊത്തമായിട്ട് കട്ട് ചെയ്ത് പോയി ഇതേപോലെ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. കട്ട് ചെയ്ത് വിട്ടാല് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മറ്റേ മീറ്റൊന്നും പോകാണ്ട് കിട്ടും. എല്ലാവരും പറയും അവിടെ പോയാലും ഇവിടെ പോയാലും എന്നാ ആകെ ഈ ഒരു സംഭവം ആ വയറിൻ്റെ അവിടുത്തെയാണ്. അത് നമ്മളത് വെട്ടി കസ്റ്റമറിന് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ പാറാതെ തന്നെ കള്ളാന്ന് വിളിക്കും. കസ്റ്റമറിന് കൊടുക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഇട്ടേക്കാം. അതിനെ ഞങ്ങൾ ഇട്ടേക്കുന്നു. ഇത് മറ്റേ ഇതിന്റെ വയറിന്റെ ഭാഗം എന്തായാലും പോകും. പിന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ ലൈക്കൊക്കെ ഇട്ടോ കേട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്കാണെങ്കിൽ ജോലിയുടെ തേങ്ങയില്ല. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വീഡിയോ ഇടുമ്പോൾ എന്നെ പറഞ്ഞാൽ ആവശ്യമുള്ളവരോ നീട്ടോ, അതൊക്കെ വേണ്ട. പറയുന്ന നമ്മളെല്ലാം പറയണമല്ലോ. ചെറിയ ആവശ്യം മൂർച്ച് കൂട്ടാം. മൂർച്ച് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം അതിൻ്റെ കണ്ടിട്ട് ഇതിന് കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ അപ്പോഴേക്കും പറഞ്ഞില്ല. അതൊക്കെ കഴിച്ചു.
മീറ്റിംഗ് കപ്പില് അപ്പോൾ നമ്മൾ മാറ്റപ്പോൾ ഇതിൻ്റെ 2 സൈഡ് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് മോശമല്ല. ശരി, നോർമൽ യൂസ് എന്നാണ് പറഞ്ഞത്. ആൾക്കാർ നമുക്ക് വേറെ പറഞ്ഞിലേക്ക് കിടക്കാം. ഇങ്ങനെ ട്യൂബ് പഠിച്ച് പാത്രത്തിലേക്ക് ഇടാം. കൊടുക്കാനും ആവശ്യമുണ്ട്. ഇങ്ങനെ സിംഹട്ടാക്കുക. സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം. കയ്യും കാലൊന്നും മുറിക്കരുത്. നിയമപരമായ മുന്നറിയിപ്പ്. കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ ആയി വെട്ടിയതാ. അടുത്തുനിന്നാണ് വെട്ടിയതാ. അപ്പോൾ എതിരേക്ക് ഇതാണ് പീസുകൾ. ഇപ്പോൾ ഇതാണ് ബോണസ് പീസ്, കോണ്ടാക്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുള്ളും ഇതെല്ലാം തലയും കൂടെ ഇടണം. അപ്പോൾ മുള്ളും തലയിൽ പെട്ടാൻ വേണ്ടി ഞാൻ തന്നെ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വെക്കുക. അത്യാവശ്യം നല്ല മീറ്റുള്ളത് കേട്ടോ. നമ്മുടെ നാട്ടിലെ നെയ്മീപ്പാലാന്ന് ഒക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഓരോ നാട്ടിൽ ഓരോരോ പേരാണ്. ചില നാട്ടിൽ ഭയങ്കര പേരാണ്. എൻഫിലോസ്. എൻ്റെ പേര് എൻഫിലോസ്. വേറെ മീനുണ്ട്, സുൽത്താൻ ഫ്രൈ. നമ്മളെ കിടീന് നമുക്ക് അങ്ങനെയൊക്കെ പറയാം. വലിയ മീൻ അല്ലാണ്ട് എൻ്റെ നാട്ടിൽ പോയിട്ട് മീകടെ പോയി ഒരു സുൽത്താൻ ഫ്രൈ എന്ന് പറഞ്ഞു. ഞാൻ ആ നിൽക്കാൻ ഓടിക്കും. കൈമണ്ണ ഓടിക്കും, ചമ്പക്കര കൈമണ്ണ ഓടിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ മീൻ പഠിക്കാൻ പോകില്ല. അത് മേട്ടോട് കേട്ട് അടിച്ചിരിക്കുക. പിന്നെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് നോക്കാറില്ല. ഇതാണ് ഇത് തരാതെ പിന്നോട് ചെയ്യണം. ഇത്ര ബ്ലക്ക് മീറ്റ് കേട്ടോ. ചെകള തല വെട്ടി പീസാക്കി ഇതിനകത്തേക്ക് ഇടുക. തലയും വെട്ടി പീസാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാലി ഒരു നല്ലൊരു കസ്റ്റമറാണ്. നല്ല പോലെ ക്ലീനിലൊക്കെ കൊടുത്തത്. എന്തായാലും ഏത് മീൻ എടുത്താലും നല്ല പോലെ ക്ലീൻ ചെയ്യും. ഇതിൻ്റെ ഈ ചോരക്കട്ട നമ്മൾക്ക് ഇതിപ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞുതരാനുള്ളതൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കാനുള്ളൂ. എന്താ പറയുക, നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായുള്ള തെറ്റൊക്കെ അങ്ങ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോൺ. ഇത് നമുക്കൊരു തലക്കറി വരും. അപ്പോൾ പുള്ളിമോത തലയും ബോണും കൂടി വെട്ടി ഇതിൻ്റെ ഭാഗത്ത് ഇട്ടാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ എടുക്കാൻ സമയം കൂട്ടോ. ഞാൻ ഒറ്റയ്ക്ക് സോറി, ബൈ.